ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. There are 100 birds, black and white in a box. 10 more black than white. How many black and how many white? എന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, there are 100 birds, black and white in a box. 10 more black than white. How many black and how many white? എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. There are 100 birds. ബേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തുകൾ. ഓക്കെ, അതായത് ഒരു ബോക്സിൽ 100 മുത്തുകളുണ്ട്. ഒരു ബോക്സ് ഉണ്ട്, അതിൽ മൊത്തം 100 മുത്തുകളുണ്ട്. അതിൽ ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഓക്കെ, കറുത്ത മുത്തുമുണ്ട്, വെളുത്ത മുത്തുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നോക്കാം. 10 more black than white. ഓക്കെ, അപ്പോൾ ബ്ലാക്കിൻ്റെ എണ്ണം വൈറ്റിനേക്കാളും 10 കൂടുതലാണ്. ഓക്കെ, ബ്ലാക്കിൻ്റെ എണ്ണം വൈറ്റിനേക്കാളും 10 കൂടുതലാണ്. അതായത് എന്താണ്, ആ ബോക്സിൽ 10 ബ്ലാക്ക് മുത്തുകളുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ 10 എണ്ണം കൂടുതലാണ് ബ്ലാക്ക്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്? എത്ര ബ്ലാക്ക് എത്ര വൈറ്റ് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതല്ല വേണ്ട, നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, ആൾജിബ്ര ഇക്വേഷനിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ടേക്കിംഗ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബേഡ്സ് ആസ് എക്സ്. ഓക്കെ, അതായത് നമ്പർ ഓഫ് ബ്ലാക്ക് ബേഡ്സിനെ എക്സ് ആയിട്ട് എടുക്കുക. അതായത് കറുത്ത മുത്തുകളുടെ എണ്ണം എക്സ് ആയിട്ട് നമ്മൾ എടുക്കുവാണ്. ഓക്കെ, അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, നമുക്കറിയാത്തത് എന്തോ അതിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെളുത്ത മുത്ത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ അതിൽ ഒന്നാമത്തേതായുള്ള കറുത്ത മുത്തിൻ്റെ എണ്ണം നമ്മൾ എക്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെളുത്ത മുത്തുകളുടെ എണ്ണം എന്തായിരിക്കും? 10 കുറവായിരിക്കും. ഓക്കെ, അതായത് വെളുത്ത മുത്തിനേക്കാളും 10 കൂടുതലാണ് കറുപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ കറുത്ത മുത്തുകളുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വെളുത്ത മുത്തിൻ്റെ എണ്ണം 10 കുറവായിരിക്കും. ബ്ലാക്കിനേക്കാളും 10 കുറവായിരിക്കും. അപ്പോൾ നമുക്കതിനെ എക്സ് മൈനസ് 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കവിടെ ഒരു വൈയുടെ ആവശ്യം ഇല്ല. കാരണം ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് മാത്രം മതി അവിടെ. ഓക്കെ, കാരണം കറുത്ത മുത്തുകളുടെ എണ്ണം എക്സും വൈറ്റിൻ്റെ എണ്ണം എക്സ് മൈനസ് 10ഉം. ഓക്കെ, അപ്പം അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ്, നമുക്ക് 100 കിട്ടും. അതായത് കറുപ്പിൻ്റെയും വെളുപ്പും എത്ര എണ്ണം ഉണ്ടോ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 100 കിട്ടുമെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്തം 100 മുത്തുകളാണ് ആ ബോക്സിലുള്ളത്. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് എക്സ് മൈനസ് 10, അതായത് കറുത്ത മുത്തുകളുടെ എണ്ണമായിട്ടുള്ള എക്സിൻ്റെ കൂടെ വെളുത്ത മുത്തുകളുടെ എണ്ണം എക്സ് മൈനസ് 10 ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 100 കിട്ടും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തോടെ. ഓക്കെ, ഈ ഇക്വേഷൻ ഫോം ചെയ്യുക എന്ന് തന്നെയാണ് ഒരു ടാസ്ക്. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കി കുറച്ച് സിമ്പിളാണ്. ഓക്കെ, ഇനി എന്താണ്, നമുക്കത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റണം. ആ ക്വസ്റ്റ്യനിൽ റിലേഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. അതിനുശേഷം ആ ഇക്വേഷന് സോൾവ് ചെയ്യുക. ഇപ്പം നമുക്ക് എക്സ് പ്ലസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പോൾ അതിനകത്ത് ആ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 2x കിട്ടും. ഓക്കെ, എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x മൈനസ് 10 ഈക്വൽ ടു 100. ഓക്കെ, എന്ന് നമുക്ക് അതിൽ നിന്ന് എഴുതാം. അതിലെന്താണ് 2x ഈക്വൽ ടു ആ 100, 2x മൈനസ് 10 മൈനസ് 10 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് പ്ലസ് 10 ആവും. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അത് പ്ലസ് 10 ആവും. അപ്പോൾ 100 പ്ലസ് 10 എന്ന് വരും. അതായത് 2x ഈക്വൽ ടു 100 പ്ലസ് 10. 100ൻ്റെ കൂടെ 10 കൂട്ടി എന്താണ്, 110. അപ്പോൾ 2x ഈക്വൽ ടു 110. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് എന്താണ്, 110/2. 110നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 55 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. എക്സ് എന്താണെന്നാണ് നമ്മൾ കരുതിയത്, ബ്ലാക്ക് ബേഡ്സിൻ്റെ എണ്ണം. ഓക്കെ, അത് എക്സ് ആണെന്ന് കരുതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ബ്ലാക്ക് ബേഡ്സിൻ്റെ എണ്ണം 55 എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് ഇപ്പോൾ വൈഡ് എന്താണ്, വൈറ്റ് മുത്തുകളുടെ എണ്ണം എത്രയാണ്, എക്സ് മൈനസ് 10 ആയിരുന്നു. അപ്പോൾ 55ൽ നിന്ന് നമ്മൾ 10 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. ഓക്കെ, അതായത് ബ്ലാക്ക് ബേഡ്സിൻ്റെ എണ്ണം 55 എന്ന് കിട്ടും. അതുപോലെ തന്നെ വൈറ്റ് ബേഡ്സിൻ്റെ എണ്ണം 45 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പ്രോബ്ലം ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരുവാണെങ്കിൽ ബാക്കി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ എക്സ്പ്ലനേഷനും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക്ക് के लिए ओके बाय.